നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ നെക്സ്റ്റ് വീക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് വക്കീല് ചന്ദ്രമതിയെ കാണാനായിട്ട് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി ആണെങ്കിലോ വലിയ ജാടൊക്കെ ഇരിക്കുന്നേ. എന്തൊക്കെ സംഭവിച്ചാലും ശരി താന് ഉറപ്പായിട്ടും കേസ് പിൻവലിക്കില്ല എന്നൊരു ചിന്താഗതിയായിരുന്നു ചന്ദ്രമതിക്ക്. വക്കീല് പറഞ്ഞു, അതെ, ഒരു പയ്യന്റെ ജീവിതം തകർന്നു പോകുന്ന കാര്യ. കേസ് കോടതിയായി, പിന്നെ ജയിലായി, പിന്നെ അവന്റെ ജീവിതം തകർന്നു പോകും, അവന്റെ ഭാവിയെ തകർന്നു പോകും, അവന് പഠിക്കാൻ പറ്റില്ല, എന്തൊക്കെ പ്രശ്നങ്ങളാ. എന്നിട്ടൊന്നും ചന്ദ്രമതിയുടെ തലയിലേക്ക് അത് കേറുന്നില്ല. ഒടുവില് വക്കീല് പറഞ്ഞു, കേസ് പിൻവലിക്കുവാണെങ്കിൽ കുറച്ച് പൈസ കിട്ടുമെന്ന് പറഞ്ഞു. പൈസ എത്ര രൂപ എന്ന് ചോദിച്ചു ചന്ദ്രമതി. പൈസ എന്ന് കേട്ടപ്പം ചന്ദ്രമതി വീണു. 50,000 രൂപ എന്ന് പറഞ്ഞു. പക്ഷെ 50,000 രൂപ ചന്ദ്രമതി സമ്മതിച്ചില്ല. ഓ, പിന്നെ 50,000 രൂപയും കൊണ്ട് എന്ത് ചെയ്യാനാ, എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അവൻ ജയിലിൽ പോയി കിടന്ന് അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ 1,00,000 രൂപ തരാന്ന് പറഞ്ഞു. 1,00,000 രൂപയോ? അതും കൊണ്ട് ചന്ദ്രമതി തൃപ്തിയായില്ല. അപ്പോഴേക്കും ഭാവം പറഞ്ഞു, എന്താ ചന്ദ്ര ഇത്, അവൻ പാവല്ലേ ശരത്ത്, ഇനി നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ, ആ കേസ് അങ്ങോട്ട് പിൻവലിക്കാൻ പറഞ്ഞു. പക്ഷെ ചന്ദ്രമതി പറഞ്ഞു, 1,00,000 രൂപയ്ക്കൊന്നും പറ്റില്ല, 2,00,000 രൂപ. 2,00,000 രൂപയാണെങ്കിൽ ഓക്കെ. ഇവിടെ ഒരു വക്കീൽ പറഞ്ഞു, ആ 2 എങ്കിൽ 2. അങ്ങനെയാണ് കുറച്ചുകൂടെ ചോദിക്കായിരുന്നു. 2,00,000 രൂപ പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ വക്കീൽ സമ്മതിച്ചല്ലോ. ചന്ദ്രമതിക്കൊരു നഷ്ടബോധം തോന്നി. എന്താണെങ്കിലും കിട്ടട്ടെ എന്നൊരു ചിന്തയായിരുന്നു. ഇനിയിപ്പം ദാനം കിട്ടിയ പശുവിന്റെ വായി പല്ലുണ്ടോ നോക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു ചിന്താഗതി. ഒടുവില് വക്കീൽ പൈസ കൊടുക്കാൻ സമ്മതിച്ചു. വക്കീൽ പറഞ്ഞു, നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ വന്ന കേസില്ല, കേസ് പിൻവലിച്ചെന്ന് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. ചന്ദ്രമതി പറഞ്ഞു, അതൊക്കെ ഓക്കെ, പക്ഷെ ഒരു കാര്യമുണ്ട്. കാര്യം കണ്ടു കഴിയുമ്പോഴത്തേനും വക്കീൽ ചതിക്കില്ലെന്ന് ആര് കണ്ടു? 2,00,000 രൂപ വേണമെന്ന് പറഞ്ഞു. അതിനെന്താ, അതിപ്പൊ തന്നെ തന്നേക്കാം, ക്യാഷ് ആയിട്ട് തന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഭാഗ്യനകത്തുനിന്ന് 2,00,000 രൂപ കൊടുക്കണം. ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് വക്കീൽ പറഞ്ഞു, ഇപ്പൊ തന്നെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം, കേസില്ലാന്ന് എഴുതി വെക്കണമെന്ന് പറഞ്ഞു. വക്കീൽ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി ഭാമയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീ ഈ പണം എടുത്ത് അലമാരിക്കകത്തേക്ക് വെക്കാൻ പറഞ്ഞു. ആന്തരി ഇവിടെ വെക്കുന്നത്, എനിക്ക് വീട്ടിലേക്ക് കൊണ്ടാൻ പറ്റുമോ? രവിയണ്ണങ്ങാനും കണ്ടിട്ട് ചോദിക്കില്ലേ ഇത് എവിടുന്നാന്ന്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ ഇരുന്നാൽ മതി. പിന്നെ വേറൊരു കാര്യം, ഞാന് പണം മേടിച്ചെന്നുള്ള കാര്യം ആരും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. അതെന്താ, ഇടി അറിഞ്ഞിട്ടുണ്ടെ പ്രശ്നമാവും. ശരത്തിന് വേണ്ടിയിട്ട് ഞാൻ പണം മേടിച്ചെന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നവും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ആരും അറിയണ്ട, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി ഒന്ന് പിൻവലിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭാമ പറഞ്ഞു, നീ ആള് കൊള്ളാലോ, വെറുതെ ഒന്നും അല്ലല്ലോ നീ കേസ് പിൻവലിക്കുന്നേ, 2,00,000 രൂപ വാങ്ങിയിട്ടല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, പിന്നല്ലാതെ വെറുതെ ഞാൻ പിൻവലിക്കും നീ കരുതിയോ? ഈ ചന്ദ്രനെ നിനക്കൊന്നും അറിയത്തില്ല എന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി വലിയ അഹങ്കാരം കാണിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ സച്ചിയുടെയും രവീന്ദ്രന്റെ അടുത്തേക്ക് രേവതി വന്നിട്ട് പറഞ്ഞു, അതെ, കഴിക്കാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, എനിക്കിപ്പോ വേണ്ട മോളെ എന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, അതെങ്ങനെ ശരിയാന്ന് വെച്ചാ അച്ഛനൊന്നും കഴിച്ചിട്ടില്ല, സമയത്തിന് ആഹാരം കഴിക്കണ്ടേ, എന്തിനാടാ, ഞാനിപ്പോ വെറുതെ വീട്ടിൽ ഇരിക്കുമല്ലേ. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, ഞാൻ സമയത്ത് കഴിക്കുന്നുണ്ടല്ലോ, അതിപ്പോ നിനക്ക് ജോലിയുണ്ടല്ലോ, നീ വണ്ടി ഓടിക്കാൻ പോകുന്നുണ്ടല്ലോ. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ നേരത്തെ പോകുന്ന സമയത്ത്, ജോലിക്ക് പോണ സമയത്ത് കൃത്യസമയത്ത് ആഹാരം കഴിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ വീട്ടിൽ ഇരിക്കുന്നവൻ എന്തിനാ. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അങ്ങനൊന്നും പറയരുത് അച്ഛാ, സമയത്തിന് ആഹാരം കഴിക്കണം, അല്ലെങ്കിൽ ശരീരത്തിന് പല പല പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ പോരാത്തന് പ്രായം കൂടി കൂടി വരുമല്ലേന്ന് ചോദിച്ചു. ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, അത് ശരിയാ അച്ഛാ, അച്ഛൻ എന്തിനു വേണ്ടി പട്ടിണി കിടക്കണമെന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് സച്ചിയുടെ ഫോണിലേക്ക് വക്കീല് വിളിക്കുന്നത്. സച്ചി കോൾ എടുത്തിട്ട് ചോദിച്ചു, എന്താ സാറേ, കാര്യം എന്താ? അത് കേട്ടപ്പോൾ വക്കീല് പറഞ്ഞു, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വിളിച്ചേ സാറേ, എങ്ങനെയെങ്കിലും ശരത്തിനെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കണം. പണം തന്നല്ലോ, 5,00,000 രൂപ തന്നല്ലോ, എങ്ങനെയെങ്കിലും അവനെ ഒന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും വക്കീല് പറഞ്ഞു, അത് പറയാൻ വേണ്ടി വിളിച്ചേ, നിങ്ങളുടെ അമ്മയുണ്ടല്ലോ ചന്ദ്രമതി, ആ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കേസില്ലാന്ന് എഴുതി കൊടുത്തു. കേസില്ലാന്ന് എഴുതി കൊടുത്തോ? പരാതി പിൻവലിച്ചു. കുടുംബ പ്രശ്നത്തിന്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല ശരത്തത് ചെയ്തേന്ന്. അങ്ങനെ പരാതിയൊക്കെ പിൻവലിച്ച് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ സമാധാനമായില്ലേന്ന് ചോദിച്ചു. സച്ചിക്കൊന്ന് കൊടുത്ത് തുള്ളിച്ചാടാൻ തുടങ്ങി. ആ സമയത്ത് രേവതി രവീന്ദ്രൻ ആകാംക്ഷയോടെ കാത്തിരിക്കുവാണ്, എന്താ ഏതാ പറയണമെന്ന് അറിയില്ലല്ലോ. അപ്പോഴേക്കും സച്ചി ചോദിച്ചു, അല്ല സാറേ, സത്യമാണല്ലോ അല്ലേ? അതേനെ. അല്ല സാർ എങ്ങനെ ഇത്ര പെട്ടെന്ന് അമ്മയുടെ മനസ്സ് മാറ്റിയത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയാ, നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഫോഴ്സ് ചെയ്യേണ്ടതായിട്ടൊന്നും വരത്തില്ല, തന്ത്രം പ്രയോഗിച്ചിട്ടേ കാര്യമുള്ളൂ. അതുപോലെ ചില തന്ത്രങ്ങളൊക്കെ ഞാനും കൂടെ പ്രയോഗിച്ചെന്ന് പറഞ്ഞു. എന്നാലും സാറിനെ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ, ഒത്തിരി താങ്ക്സ് ഉണ്ട് സാറേ, ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി കോള് കട്ട് ചെയ്യുന്നേ. അപ്പോഴേക്കും രേവതി ചോദിച്ചു, എന്തായി സച്ചേട്ടാ?
അതെ, അമ്മ പോയി കേസ് പിൻവലിച്ചെന്ന് പറഞ്ഞു. കേസ് പിൻവലിച്ചെന്നോ? രേവതിയും രവീന്ദ്രനും അത്ഭുതപ്പെട്ടു പോയി. അതേനെ, കേസ് പിൻവലിച്ചു. നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറിയെന്ന് പറഞ്ഞ് തുള്ളിച്ചാടുവാണ്. ഇത് കണ്ടുകൊണ്ട് ശ്രുതിയും കൂടെ വരുന്നേ. ശ്രുതി വെച്ച് എന്താണ് ഇവിടെ കിടന്ന് തുള്ളിച്ചാടുന്നേ? ഞങ്ങളൊക്കെ ആണെങ്കിൽ അമ്മ ഈ വീട് വിട്ടു പോയതിന്റെ സങ്കടത്തില. അപ്പോഴാണ് അവന്റെ സന്തോഷം കണ്ടില്ലേ? നിനക്ക് ഇത്രയെങ്കിലും നാണം ഉണ്ടോടാ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, എടാ എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെ നടന്നിരിക്കുന്നത്, പിന്നെ ഞാൻ തുള്ളിച്ചാടില്ലെന്ന് ചോദിച്ചു. അതേ സമയത്ത് വർഷയും ശ്രീകാന്തും കൂടെ വരുവാണ്. വർഷം വന്നിട്ട് ചോദിച്ചു, എന്താ സച്ചേട്ടാ എല്ലാവരുടെ മുഖത്തൊരു സന്തോഷമാണല്ലോ? അത് പിന്നെ ശരത്തിന് മേലെ അമ്മ കൊടുത്ത കേസുണ്ടല്ലോ, കേസ് പിൻവലിച്ചു. കേസ് പിൻവലിച്ചോ? അതെ, കേസ് പിൻവലിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി ഒപ്പിട്ട് കൊടുത്തു. പരാതി ഇല്ലെന്ന് അമ്മയ്ക്ക്. അപ്പോഴേക്കും ശ്രുതി ചോദിച്ചു, അതെങ്ങനെ? അതെങ്ങനെയാന്ന് ചോദിച്ചിട്ട് അമ്മയോട് തന്നെ ചോദിക്കണം. അപ്പോഴേക്കും വർഷം പറഞ്ഞു, ദേ ആന്റിക്ക് ഇത്ര സമയം കൊടുത്തല്ലോ. അപ്പൊ ആന്റിക്ക് സമയം കൊടുത്തപ്പോ ആന്റി സ്വയമേ ചിന്തിച്ചു കാണും ഇതൊന്നും ശരിയല്ലാന്ന്. അങ്ങനെ വന്നുകൊണ്ട് ആന്റി പരാതി പിൻവലിച്ചത്. ആന്റി ചിന്തിച്ചു കഴിഞ്ഞപ്പോ ആന്റിക്ക് ശരിയല്ലാന്ന് തോന്നിക്കാണെന്ന് പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു, അത് ശരിയായിട്ടുള്ളൊരു കാര്യമാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, എന്നാലും ഇതെങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലോ. ആ സമയം രേവതി നേരെ പൂജാമുറിയിലേക്ക് വന്നു. പൂജാമുറിയിൽ ചെന്നിട്ട് കൈതൊഴുത് പ്രാർത്ഥിക്കുകയാണ്, എന്റെ ഭഗവാനെ നീ കാത്തു, ഇനി ഇപ്പൊ സമാധാനത്തോടെ ഇരിക്കുക. ഇത്ര സമയം നെഞ്ചിടിപ്പായിരുന്നു. അവന്റെ പഠിത്തം കാര്യങ്ങളും കുടുംബത്തിന്റെ കാര്യങ്ങളും എല്ലാം ഓർത്തിട്ട് എല്ലാത്തിനും അങ്ങനെ ഒരു ആശ്വാസമായി എന്നൊരു ചിന്തയൊക്കെയായിരുന്നു മനസ്സിൽ. പിന്നീട് രേവതി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ശ്രുതി പറഞ്ഞു, അമ്മ ഇത്ര പെട്ടെന്ന് പരാതി പിൻവലിച്ചെന്ന് എങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങൾ അവിടെ ചെന്ന് അമ്മയോട് ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് അമ്മയെ വിളിച്ച, എന്നിട്ട് അമ്മ വരാനും കൂട്ടാക്കിയില്ല. പരാതി പിൻവലിച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ കാരണം എന്താ? രേവതി പറഞ്ഞു, അതെ അമ്മയെ 3 മക്കളെ പ്രസവിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അമ്മയ്ക്കറിയാം മക്കൾക്ക് ഒരു സങ്കടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മമാർ എത്രമാത്രം വേദനിക്കുമെന്ന്. ഞങ്ങളുടെ കുടുംബത്തിന്റെ വേദന അമ്മയ്ക്ക് മനസ്സിലായെന്ന് തോന്നേ, അതുകൊണ്ടാണ് അമ്മ പരാതി പിൻവലിച്ചേ. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, എന്താ ശ്രുതി ഇഷ്ടപ്പെട്ടില്ലേ അമ്മ പരാതി പിൻവലിച്ചെന്ന് ചോദിച്ചു. അല്ല അങ്ങനെയല്ല, ഞാനും കൂടെ പറഞ്ഞെന്നേ ഉള്ളൂ. ആ മുഖം കണ്ടാ അറിയാം പരാതി പിൻവലിച്ച് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലാന്ന്. ഈ സമയത്ത് രവീന്ദ്രന്റെ അടുത്ത് വന്ന് സച്ചി പറഞ്ഞു, അച്ഛൻ്റെ കാര്യം ചെയ്യാം, പോയി അമ്മേനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഞാനോ? ഞാൻ വിളിച്ചോണ്ട് വരത്തൊന്നുമില്ല. എന്റെ അച്ഛ വാശിയും വൈരാഗ്യം വെച്ചോണ്ടിരിക്കല്, പോയി വിളിച്ചോണ്ട് വാ. അച്ഛൻ വിളിച്ചിട്ടുണ്ടെ അമ്മ വരും. എടാ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ അവള് പിണങ്ങി പോകുമ്പോൾ നമ്മൾ പിന്നാലെ ചെന്നാണ്ടല്ലോ, അത് അവൾക്കൊരു താരിപ്പാവും. പിന്നെ നമ്മൾ എപ്പോഴും അവളുടെ പിന്നാലെ പോകേണ്ടി വരും. അവളിങ്ങനെ പിണങ്ങി ഇറങ്ങി ഒരു പോക്കം കൂടെ പോയവള് തന്നെ ഇങ്ങോട്ട് വരണം, അല്ലാതെ നമ്മൾ ആ പിന്നാലെ പോയി ശരിയാത്തില്ലെന്ന് പറഞ്ഞു. പ്ലീസ് അച്ഛ പോയി വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. പിന്നീട് രേവതിയോട് പറഞ്ഞു, മോളെ നീ ആഹാരം എടുത്തു വെക്ക്, നല്ല വിശപ്പുണ്ട്, ഞാൻ ഇച്ചിരി കഴിക്കട്ടെ എന്ന് പറഞ്ഞു. രവീന്ദ്രൻ അപ്പോഴാണ് ശരിക്കും ഒരു വിശപ്പായത്, ഒരു സമാധാനമായത്. പ്രശ്നങ്ങളൊക്കെ കെട്ടടങ്ങിയല്ലോ എന്നൊരു ചിന്തയായിരുന്നു. പക്ഷെ ആ സമയത്തും ശ്രുതിയുടെ മനസ്സിലൊരു ചിന്ത, എങ്ങനെ ആയിരിക്കും ഇത്ര പെട്ടെന്ന് ആന്റി ആ പരാതി പിൻവലിച്ച് എന്നുള്ളതായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് ദേവു ഓടി വരുവാണ്. ദേവുവിന്റെ മുഖമൊക്കെ ആണെങ്കിൽ സന്തോഷം കൊണ്ട് കരയണോ ചിരിക്കണോ എന്നറിയത്തില്ലാത്തൊരവസ്ഥ. അപ്പോഴേക്കും ലക്ഷ്മി അമ്മ എന്താടി എന്ത് പറ്റി? അത് പിന്നെ രേവതി ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്താ നീ കാര്യം എന്ന് വെച്ചാൽ പറ, നീ എന്തിനാ ഇങ്ങനെ ആകെപ്പെട്ട ടെൻഷൻ ആവണമെന്ന് ചോദിച്ചു. അത് പിന്നെ അമ്മ കേസ് പിൻവലിച്ചെന്ന് പറഞ്ഞു. കേസ് പിൻവലിച്ചെന്നോ? അതെ, സച്ചേന്റെ അമ്മ കേസ് പിൻവലിച്ചു. ചന്ദ്രമതി ആന്റി കേസ് പിൻവലിച്ചു, പരാതി ഇല്ലെന്ന് എഴുതി കൊടുത്തെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വല്ലാത്തൊരു ഷോക്കായിരുന്നു ലക്ഷ്മി അമ്മയ്ക്ക്. സത്യമാണോ നീ പറയണെന്ന് ചോദിച്ചു. ഞാൻ എന്തിനാ കള്ളത്തരം പറയണേ? ശരത്തിനെയും കൂട്ടിക്കൊണ്ട് രേവതി ചേച്ചി സച്ചിയാണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, എനിക്കിപ്പോഴൊരു സമാധാനമായെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മ പോയി കൃഷ്ണേട്ടന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പ്രാർത്ഥിക്കുകയാണ്. ഒരു പക്ഷേങ്കിൽ അങ്ങയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കും നമ്മുടെ മോനൊരു ആപത്ത് സംഭവിക്കാത്ത, പിന്നെ ഭഗവാന്റെ തുണി ഉള്ളതുകൊണ്ട് മാത്രം. അല്ലായിരുന്നെങ്കിലോ ദൈവം അവന്റെ ഭാവി എന്തായി തീരും. വല്ലാത്തൊരു ടെൻഷനായിരുന്നു. കാരണം പെറ്റമ്മയായി പോയില്ലേ, എന്തേലും മോനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നാണക്കേടും അതുപോലെ തന്നെ അവന്റെ ഭാവി തന്നെ ഇല്ലാതാന്നേ. പിന്നെ ദേവുവിന്റെ ജീവിതം പോവും. അവൾക്കൊരു നല്ല കല്യാണാലോചന പോലും വരത്തില്ലല്ലോ. കള്ളന്റെ പെങ്ങള് നല്ല അറിയപ്പെടുന്നേ. ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും സച്ചിൻ രേവതിയും കൂടെ അങ്ങോട്ട് വരുവാണ്. രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായിപ്പോയി. അപ്പോഴേക്കും ശരത്തിനെയും കൂട്ടി സച്ചിയും കൂടെ അങ്ങോട്ട് വന്നു. ശരത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മ ഓടിപ്പോയി ശരത്തിനെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. അപ്പോഴേക്കും ശരത്ത് പറഞ്ഞു, എന്നോട് ക്ഷമിക്കമ്മേ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ, ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. എടാ മോനെ, നീ സങ്കടപ്പെടുവൊന്നും വേണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക, ഇനി ഇങ്ങനെയൊന്നും ചെയ്യാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഇല്ലമ്മേ, ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞു. പിന്നീട് ലക്ഷ്മിയമ്മ സച്ചിന് മുന്നിൽ പോയി കൈ കൂപ്പി നിൽക്കുകയാണ്. അതെ, മോനുള്ളതുകൊണ്ട് മാത്രം ഇപ്പൊ ഇവനെ പുറത്തിറക്കാൻ പറ്റിയത്. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല, പിന്നെ എനിക്കറിയാം പണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര മാത്രം കിടന്ന് ഓടിയെന്ന് ആ വക്കീലിന് കൊടുക്കാനായിട്ട്. ദേവ് പറഞ്ഞു, അത് ശരിയാ. ആ സമയത്ത് രേവതി പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും ഓർത്ത ഇനിയിപ്പം അമ്മയെ നിങ്ങളും ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രം മതി.
പിന്നീട് ശരത്തിന്റെ അടുത്തിട്ട് പറഞ്ഞു, എടാ കണ്ടില്ലേ, നിനക്കൊരാപത്ത് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും എത്ര ടെൻഷനായെന്ന്. ഇനി അങ്ങനെയൊന്നും സംഭവിക്കരുത്. അച്ഛൻ്റെ ആഗ്രഹം പോലെ നന്നായിട്ട് നീ പഠിക്കണം, പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണം, അമ്മയും പിന്നെ അതുപോലെ തന്നെ ദേവുവിനെയും ഒക്കെ നോക്കണം, അവളെ കല്യാണം കഴിപ്പിച്ചു വിടണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് കേട്ടത് ശരത്ത് പറഞ്ഞു, എനിക്കറിയാം ചേച്ചി, എനിക്ക് ഇടയ്ക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. ആ സമയം ലക്ഷ്മിയും പറഞ്ഞു, എടാ സച്ചിയുടെ കാലിൽ വീഴാൻ പറഞ്ഞു, കാരണം സച്ചി കാരണം നിനക്ക് രക്ഷപ്പെടാൻ പറ്റിയത്. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, ഏയ് വേണ്ടാന്ന് പറഞ്ഞു. ശരത്ത് കാലിൽ വീണ് ക്ഷമ ഒരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ശരത്തിനെ തടഞ്ഞു സച്ചി. സച്ചിയുടെ കാലിൽ വീഴണ്ട, കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് സച്ചി പറഞ്ഞു. ഇനി ഇങ്ങനെ ചെയ്യാതിരുന്നാൽ മതി, ഒരു കാരണവശാലും ഇങ്ങനെ വഴിതെറ്റി പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞൊരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ. പിന്നീട് ലക്ഷ്മി പറഞ്ഞു, മോളെ എന്തായാലും ചന്ദ്രമതിക്ക് ഇങ്ങനെ ഒരു കാര്യം തോന്നിയില്ലോ, അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം അങ്ങോട്ടേക്ക് വരാം, ചന്ദ്രമതിയെ കാണണം, ചന്ദ്രമതിയെ കണ്ടിട്ട് എനിക്ക് ക്ഷമ ചോദിക്കണം, ഒരു താങ്ക്സ് പറയുകയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രവതി, അതിൻ്റെ ആവശ്യം ഉണ്ടാമേ, വേണം, ഞങ്ങൾ വരണം, ഞാൻ ശരത്തിനെയും കൊണ്ട് വരാം, വന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല, അവരാണല്ലോ എൻ്റെ മോൻ്റെ ജീവിതം തിരിച്ചു തന്നെ, അങ്ങനെ അവരെ കണ്ട് ക്ഷമ ചോദിച്ചില്ലെങ്കിൽ അതെൻ്റെ മനസ്സിന് വല്ലാത്തൊരു സമാധാനക്കേടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ചന്ദ്രമതിയെ കാണാനായിട്ട് അവർ പോകാൻ തുടങ്ങുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.